നമ്മൾ എടുത്തിരിക്കുന്നത് ടീം ഫിയർലെസ് എന്ന പ്രശസ്തമായ യൂട്യൂബ് ചാനലിൽ ജോൺ ആസറഫ് പങ്കുവച്ച വളരെ ശ്രദ്ധേയമായ ചില ആശയങ്ങൾ. അതെ, ഇതൊരു സാധാരണ മോട്ടിവേഷൻ ക്ലാസ്സോ വെറുതെ പോസിറ്റീവായി ചിന്തിക്കാൻ പറയുന്ന ഉപദേശമോ അല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. കൃത്യമായി പറഞ്ഞു. പൂർണ്ണമായും ന്യൂറോ സയൻസിന്റെയും ശാസ്ത്രീയ അടിത്തറയുടെയും പിൻബലമുള്ള കാര്യങ്ങളാണിത്. വിവരങ്ങളുടെ അമിതഭാരം ഒഴിവാക്കി നിങ്ങളുടെ ആഗ്രഹങ്ങളെ എങ്ങനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം. അതെ, സാമ്പത്തിക വിജയത്തിനായി തലച്ചോറിനെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശരി, നമുക്ക് ആദ്യത്തെ പടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ജോൺ അസറഫ് തന്റെ മെന്ററായ വോൾട്ടർ ഷ്നൈഡർ നൽകിയ ഒരു അടിസ്ഥാന ഉപദേശം ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. അതെ, ഏതൊരു ലക്ഷ്യവും നേടുന്നതിനുള്ള ആദ്യപടി ആ ലക്ഷ്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വ്യക്തത ആണ്. അതായത് കംപ്ലീറ്റ് ക്ലാരിറ്റി. എനിക്ക് കൃത്യമായി എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു സംശയവും പാടില്ല. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. എല്ലാവർക്കും കൂടുതൽ പണം വേണം എന്നൊരാഗ്രഹമുണ്ടല്ലോ. പിന്നെ എന്താണ് ഈ ക്ലാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെയാണ് നമ്മൾ പലപ്പോഴും തെറ്റ് ചെയ്യുന്നത്. എനിക്ക് കൂടുതൽ പണം വേണമെന്നൊരു പൊതുവായ ആഗ്രഹം മാത്രമാണ് മിക്ക ആളുകൾക്കുമുള്ളത്. ശരിയാണ്. എന്നാൽ നിങ്ങളുടെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പണമെന്നത് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കൃത്യമായ നിർദ്ദേശമല്ല. ഇതൊരു ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് അതിൽ എനിക്കൊരു നല്ല സ്ഥലത്തേക്ക് പോകണം എന്ന് ടൈപ്പ് ചെയ്താൽ മാപ്പ് വഴി കാണിച്ചു തരുമോ? ഇല്ല, ഒരിക്കലുമില്ല. അതിന് കൃത്യമായൊരു ലൊക്കേഷൻ നമ്മൾ കൊടുക്കണം. അതെ, നമ്മുടെ തലച്ചോറും ഇതേപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിന് കൃത്യമായ ലക്ഷ്യങ്ങൾ ആവശ്യമാണ്. ഗൂഗിൾ മാപ്പ് ഉദാഹരണം വളരെ കൃത്യമാണ് കേട്ടോ. അദ്ദേഹം ഇതിനൊരു ഗംഭീര ഉദാഹരണം സ്രോതസ്സിൽ പറയുന്നുണ്ട്. ഒരു വർഷം $1,00,000 സമ്പാദിക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ. അതെ, ആ വലിയ സംഖ്യയെ അവിടെ വെച്ച് തന്നെ വിടാതെ അതിനെ കൃത്യമായി വിഭജിക്കാൻ അദ്ദേഹം പറയുന്നു. അതായത് മാസത്തിൽ ഏകദേശം $8,500 അല്ലെങ്കിൽ ആഴ്ചയിൽ $2,150. കൃത്യം. എന്റെ ചോദ്യം ഇതാണ്: ആ വലിയ തുകയെ നമ്മുടെ ദൈനംദിന ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ചെറിയ അക്കങ്ങളാക്കി മാറ്റുന്നത് എന്തിനാണ്? $1,00,000 എന്ന് മനസ്സിൽ വിചാരിച്ചാൽ പോരെ? പോരാ. കാരണം മനുഷ്യന്റെ തലച്ചോറ് ഒരു വലിയ ലക്ഷ്യം കാണുമ്പോൾ ആദ്യം പ്രതികരിക്കുന്നത് ഭയത്തോടെയാണ്. $1,00,000 എന്ന് കേൾക്കുമ്പോൾ അതൊരു വലിയ മല കയറുന്നത് പോലെ തലച്ചോറിന് തോന്നും. അപ്പൊ സ്വാഭാവികമായും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്ത വരും. അതെ അതെ. എന്നാൽ ആഴ്ചയിൽ $2,150 എന്നത് തലച്ചോറിന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. ഈ അക്കങ്ങളെ ചെറുതാക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഭയം ഇല്ലാതാകുന്നു. ഇതൊരു പ്രായോഗികമായ കാര്യമാണെന്ന് തലച്ചോറിന് ബോധ്യപ്പെടുന്നു, അല്ലേ? തീർച്ചയായും. ഇത് തലച്ചോറിന് എളുപ്പമുള്ള ഒരു വ്യക്തമായ ടാർഗറ്റ് നൽകുന്നു. അതായത് ഭയത്തെ മാറ്റി പ്രായോഗികതയെ മുന്നോട്ട് കൊണ്ടുവരുന്നു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക, അതിനെ ചെറുതായി വിഭജിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. അതെ, ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്തതായി ചെയ്യേണ്ടത് മാനസിക പരിശീലനവും സ്ഥിരീകരണവുമാണ്. ലളിതവും എന്നാൽ ശക്തവുമായ ഒരു വാചകം നമ്മൾ തയ്യാറാക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ഉദാഹരണത്തിന് ജോൺ അസറഫ് പറയുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ മാസം $10,000 സമ്പാദിക്കാൻ കഴിയുന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനും കൃതജ്ഞനുമാണ്. ആ വാചകത്തിൽ ശരിക്കും ഒരു പ്രത്യേകതയുള്ളതുപോലെ തോന്നുന്നു. ആ വാചകത്തിന്റെ ഘടന നിങ്ങൾ ശ്രദ്ധിച്ചോ? ഭാവിയിൽ ഞാൻ ഒരുപാട് പണം സമ്പാദിക്കും എന്നല്ല അവിടെ പറയുന്നത്. ഇപ്പോൾ ഞാൻ മാസം $10,000 സമ്പാദിക്കാൻ കഴിയുന്നതിൽ സന്തുഷ്ടനാണ് എന്നാണ്. അതായത് ഇപ്പോഴത്തെ കാര്യവുമായിട്ട് പറയുന്നു. അതെ, ഇത് വളരെ തന്ത്രപരമായ ഒരു പ്രയോഗമാണ്. നമ്മുടെ ഉപബോധ മനസ്സിന് ഭാവിയോ ഭൂതകാലമോ അറിയില്ല. അതിന് ഇപ്പോഴുള്ള സമയം മാത്രമേ അറിയൂ. ഓ, അതൊരു പുതിയ അറിവാണ്. നിങ്ങൾ ഭാവിയിൽ സമ്പാദിക്കും എന്ന് പറയുമ്പോൾ അതെപ്പോഴും ഭാവിയിൽ തന്നെ നിൽക്കും. എന്നാൽ ഇപ്പോൾ സമ്പാദിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കാൻ തുടങ്ങും. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഈ മാറ്റം വളരെ എളുപ്പത്തിൽ പ്രയോഗിക്കാൻ സാധിക്കും. എന്നാൽ അദ്ദേഹം ഇതിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ വാചകം വെറുതെ എപ്പോഴെങ്കിലും ഒരിക്കൽ പറഞ്ഞാൽ പോരാ എന്ന്. അതെ, രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിനു മുൻപും 5 മുതൽ 10 തവണ വരെ ഇത് ആവർത്തിച്ചു വായിക്കാനാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. എന്തിനാണ് ഈ വാചകം ഇത്രയും തവണ ആവർത്തിക്കുന്നത്? മാത്രമല്ല, ഈ രാവിലെയും രാത്രിയും എന്നൊരു പ്രത്യേക സമയം തിരഞ്ഞെടുക്കുന്നതിനു പിന്നിൽ എന്തെങ്കിലും സയൻസ് ഉണ്ടോ?
അതിന് പിന്നിൽ വളരെ കൃത്യമായ സയൻസ് ഉണ്ട്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പുമുള്ള സമയത്തും നമ്മുടെ തലച്ചോറ് തീർത്തും ശാന്തമായൊരവസ്ഥയിലായിരിക്കും. അതായത് സയന്റിഫിക്കായി പറഞ്ഞാൽ ആ ബ്രെയിൻ വേവ്സ് മാറുന്ന സമയമാണോ? അതെ, തലച്ചോറ് തീറ്റ, ആൽഫ ബ്രെയിൻ വേവ് സ്റ്റേറ്റുകളിലായിരിക്കും ഈ സമയത്ത്. ഈ അവസ്ഥയിൽ നമ്മുടെ ബോധമനസ്സിനും ഉപബോധമനസ്സിനും ഇടയിലുള്ള മതില് വളരെ നേർത്തതായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കട്ടിയുള്ള പാറയിൽ വിത്ത് പാകുന്നതിനു പകരം നല്ല വളക്കൂറുള്ള മൃദുവായ മണ്ണിൽ വിത്ത് പാകുന്നതിന് തുല്യമാണിത്. കൃത്യമായി പറഞ്ഞു. ഈ സമയത്ത് നിങ്ങൾ ആവർത്തിച്ച് ഈ വാചകങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ചിന്താഗതിയിൽ തന്നെ വളരെ വേഗത്തിലൊരു വലിയ മാറ്റം സംഭവിക്കാൻ തുടങ്ങുന്നു. അതൊരു ഗംഭീര അനലോഗിയാണ്. ഇനി വരുന്നത് ഇതിലെ ഏറ്റവും രസകരമായ ഭാഗമാണ്. അതായത് ഒരു ഹോളിവുഡ് നടനെ പോലെ അഭിനയിക്കുക. ഇതൊരു വളരെ പവർഫുള്ളായ ടെക്നിക്കാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ചെറിയൊരു സംശയം തോന്നി. നിങ്ങൾ ഈ വാചകങ്ങൾ ആവർത്തിക്കുമ്പോൾ കണ്ണുകൾ അടച്ച് ആ പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ ഒരു ചെക്കായോ ക്യാഷായോ വരുന്നത് ദൃശ്യവൽക്കരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. അതെ, ആ പണം ലഭിക്കുമ്പോഴുള്ള സന്തോഷം, അത് നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും എന്തിന് നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും സമൂഹത്തിന്റെയും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്നിവയൊക്കെ സങ്കൽപ്പിക്കുക. നിങ്ങൾ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പോലും ഒരു സിനിമയിലെന്ന പോലെ മനസ്സിൽ കാണണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുവെന്ന് വിശ്വസിച്ച് അഭിനയിക്കണം. എന്റെ ചോദ്യം ഇതാണ്, ഇതൊരു പകൽക്കിനാവ് കാണലാണോ എന്നല്ലേ? അതെ, വെറുതെ കണ്ണടച്ച് സ്വപ്നം കണ്ടാൽ ബാങ്ക് അക്കൗണ്ടിൽ പണം വരുമോ? നിങ്ങൾ ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. മിക്ക ആളുകളും ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇതൊരു മാജിക്കോ വെറും പകൽക്കിനാവോ അല്ല. ഇതിനു പിന്നിൽ അതിശക്തമായ ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. എന്താണത്? നിങ്ങൾ അത്രയും വൈകാരികമായ ഒരു കാര്യത്തെ ദൃശ്യവൽക്കരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ ഉത്തേജിപ്പിക്കുകയാണ്. ഇതിനെ നമ്മൾ ന്യൂറോ സയൻസിൽ കോഗ്നിറ്റീവ് പ്രൈമിംഗ് എന്ന് വിളിക്കും. കോഗ്നിറ്റീവ് പ്രൈമിംഗ്? അതെ, വെറുതെ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം അത് കിട്ടുമ്പോഴുള്ള ആ ഇമോഷൻ നിങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ ഇതിപ്പോൾ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് തലച്ചോറിനെ വിശ്വസിപ്പിക്കാൻ ഈ പ്രക്രിയ പ്രേരിപ്പിക്കുന്നു. ഈ കോഗ്നിറ്റീവ് പ്രൈമിംഗ് എന്ന കൺസെപ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അത് കുറച്ചുകൂടി ലളിതമായി ഒന്ന് വിശദീകരിക്കാമോ? നമ്മുടെ തലച്ചോറിൽ ശരിക്കും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഇതൊരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. നിങ്ങൾ ഓൺലൈനിൽ ഒരു പ്രത്യേക ബ്രാൻഡ് ഷൂ അന്വേഷിക്കുന്നുവെന്ന് കരുതുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ പോകുമ്പോൾ എവിടെ നോക്കിയാലും ആ ഷൂവിന്റെ പരസ്യം കാണാൻ തുടങ്ങുമല്ലോ. തീർച്ചയായും, അതെപ്പോഴും സംഭവിക്കാറുള്ളതാണ്. ഒരു സ്മാർട്ട് ഫോൺ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ തലച്ചോറിലും ഇതേപോലൊരു അൽഗോരിതമുണ്ട്. ഓ, അതൊരു നല്ല പോയിന്റാണ്. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരന്തരം ചിന്തിക്കുകയും അത് ദൃശ്യവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ ഒരു ഫിൽട്ടർ സിസ്റ്റം ആക്റ്റീവ് ആകും. ഇത് നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട അവസരങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരും. അതായത് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയിരുന്ന ഒരു ബിസിനസ് അവസരമോ അല്ലെങ്കിൽ ഒരു പുതിയ ഐഡിയയോ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങും. അതെ, ഇതിനെയാണ് കോഗ്നിറ്റീവ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. വാ, അതായത് നമ്മൾ നമ്മുടെ തലച്ചോറിലെ ആ അൽഗോരിതത്തെ നമുക്ക് വേണ്ട രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്നു. വളരെ വ്യക്തമാണ്. ഈ സമയത്ത് തലച്ചോറിലെ ഒരു പ്രത്യേക ഭാഗത്തെക്കുറിച്ച് ജോൺ അസറഫ് എടുത്തു പറയുന്നുണ്ട്. ഇടത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. അതെ, ഈ ഭാഗത്തെ തലച്ചോറിലെ പ്രതിഭയായ സിഇഒ അല്ലെങ്കിൽ ഐൻസ്റ്റീൻ ഭാഗം എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ഈ സിഇഒ എന്താണ് ശരിക്കും ചെയ്യുന്നത്? നമ്മുടെ തലച്ചോറിലെ ഈ സിഇഒ വളരെ പവർഫുള്ളാണ്. ഒരു കമ്പനിയുടെ സിഇഒ ഒരിക്കലും പോയി ഡേറ്റ എൻട്രി വർക്കോ മറ്റ് ചെറിയ ജോലികളോ ചെയ്യില്ലല്ലോ. ഇല്ല, സിഇഒ വലിയ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അതെ, സിഇഒ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുകയും അവിടേക്ക് എത്താനുള്ള വഴി കണ്ടെത്തുകയുമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ മാനസിക പരിശീലനവും ദൃശ്യവൽക്കരണവും നടത്തുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ ഈ ഇടത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് സജീവമാകുന്നു. അതായത് ഈ ഭാഗം ഉത്തേജിപ്പിക്കപ്പെടുന്നതോടെ നിങ്ങളുടെ ലക്ഷ്യം എങ്ങനെ നേടാമെന്നതിനെക്കുറിച്ചുള്ള പ്രായോഗികമായ വഴികൾ തലച്ചോറ് തന്നെ കണ്ടെത്താൻ തുടങ്ങുന്നു. കൃത്യം. കേവലം സ്വപ്നം കാണുന്നതിൽ നിന്നും ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് തലച്ചോറിനെ മാറ്റാൻ ഇതിലൂടെ സാധിക്കുന്നു. നിങ്ങൾ സങ്കൽപ്പിച്ച ആ $10,000 എങ്ങനെ ഉണ്ടാക്കാമെന്ന് തലച്ചോറിലെ ഈ സിഇഒ സ്വയം കണക്കുകൂട്ടാൻ തുടങ്ങും. ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കുകയും അത് നേടിയാലുള്ള സന്തോഷം എന്താണെന്ന് തലച്ചോറിന് മുൻകൂട്ടി അനുഭവിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതെ, ബാക്കി അതിലേക്കുള്ള വഴികൾ കണ്ടെത്താനുള്ള വലിയ ജോലി നമ്മൾ തലച്ചോറിലെ ആ സിഇഒയെ ഏൽപ്പിക്കുന്നു. വളരെ ശരിയാണ്.
നമ്മുടെ ലോജിക്കൽ ബുദ്ധിയെയും നമ്മുടെ ഇമോഷൻസിനെയും ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുന്ന പ്രക്രിയയാണിത്. ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. ശരി. ഇതിനൊപ്പം അദ്ദേഹം ഒരു ബോണസ് ഘട്ടം കൂടി പറയുന്നുണ്ട്. ഈ സിഇഒയെ എപ്പോഴും ഉണർത്തി നിർത്താനുള്ളൊരു വഴി, അതായത് വിഷൻ ബോർഡുകൾ തയ്യാറാക്കുക. വളരെ പ്രാധാന്യമുള്ള ഒന്നാണത്. ഇത് നിങ്ങൾക്ക് സ്വന്തം കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നേരിട്ടൊരു വലിയ ബോർഡിലോ തയ്യാറാക്കാമെന്ന് അദ്ദേഹം പറയുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ആ മാസം $10,000 വരുമാനം ലഭിച്ചാൽ നിങ്ങൾ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന കാറ്, പോകുവാൻ ആഗ്രഹിക്കുന്ന അവധിക്കാല യാത്രകൾ, താമസിക്കാൻ ആഗ്രഹിക്കുന്ന വീട് എന്നിവയുടെ മനോഹരമായ ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹം പറയുന്നു. അതെ, നിങ്ങൾ സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളും ഇതിൽ വയ്ക്കാം. ഈ ഒരു ബോർഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താണ് ശരിക്കും പ്രയോജനം? ഈ വിഷൻ ബോർഡുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ് പ്രൈമിങ്ങിനെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. കാരണം മനുഷ്യർ കാഴ്ചയിലൂടെയാണ് ഒരുപാട് കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കുന്നത്. അത് ശരിയാണ്. വാക്കുകളേക്കാൾ 60,000 മടങ്ങ് വേഗത്തിൽ തലച്ചോറിന് ചിത്രങ്ങളെ പ്രോസസ്സ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ വർക്ക് സ്പേസിലും ഈ ആഗ്രഹങ്ങളുടെ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് നിരന്തരം ഒരു ഓർമ്മപ്പെടുത്തൽ ലഭിക്കുകയാണ്. ഈ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് പ്രവർത്തിക്കുന്നത് എന്ന് തലച്ചോറിലെ സിഇഒയെ ഓർമ്മിപ്പിക്കാൻ ഇത് സഹായിക്കും. നിങ്ങളുടെ ഫോക്കസ് ഒരിക്കലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ ഇതിലൂടെ കഴിയും. അത് വളരെ പ്രാക്ടിക്കലായ ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മളെ ലക്ഷ്യത്തിൽ വ്യക്തത വരുത്തി, രാവിലെയും രാത്രിയും ആവർത്തിച്ചുള്ള വാചകങ്ങൾ പറഞ്ഞു, ഒരു ഹോളിവുഡ് നടനെ പോലെ ഫീൽ ചെയ്ത് ദൃശ്യവൽക്കരിച്ചു, പിന്നെ ഒരു വിഷൻ ബോർഡും ഉണ്ടാക്കി. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്റെ സോഫായിൽ വെറുതെ ഇരിക്കാമോ? എന്റെ അക്കൗണ്ടിലേക്ക് പണം തനിയെ വരുമോ? ഒരിക്കലുമില്ല. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഘട്ടം വരുന്നത്, ദിവസേനയുള്ള പ്രായോഗിക പ്രവർത്തനങ്ങൾ. നമ്മൾ കേവലം ചിന്തകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ യഥാർത്ഥ ലോകത്ത് പ്രായോഗിക പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതെ, പലരും ഈ നിയമങ്ങൾ പരാജയപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ കാരണം അവർ ഈ അവസാനത്തെ സ്റ്റെപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. ഈ വരുമാനം യാഥാർത്ഥ്യമാക്കാൻ എനിക്കിന്ന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ദിവസവും നിങ്ങൾ സ്വയം ചോദിക്കണം. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മൾ കണ്ണടച്ച് സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം ആരും നമ്മുടെ വീട്ടിൽ വന്ന് പണം തരാൻ പോകുന്നില്ലല്ലോ. ഇല്ല, ദിവസവും 1-2 പ്രായോഗിക ചുവടുവെപ്പുകൾ നിങ്ങൾ നിർബന്ധമായും നടത്തണം. അത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒരു പുതിയ കസ്റ്റമറെ വിളിക്കുന്നതാകാം, നിങ്ങളുടെ ഫീൽഡിൽ പുതിയൊരു സ്കില്ല് പഠിക്കുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ പുതിയൊരാശയം നടപ്പിലാക്കുന്നതാകാം. മാനസിക പരിശീലനവും ദൃശ്യവൽക്കരണവും നിങ്ങളുടെ തലച്ചോറിനെ സജ്ജമാക്കുമ്പോൾ ഈ പ്രായോഗിക പ്രവർത്തനങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ ശാരീരികമായി എത്തിക്കുന്നു. കൃത്യം. മാനസിക തയ്യാറെടുപ്പും ഫിസിക്കൽ ആക്ഷനും, ഇവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാനുള്ള ഏറ്റവും മികച്ച മാർഗമെന്ന് ജോൺ അസ്രഫ് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. ശരിക്കും ഇതൊരു സമ്പൂർണ്ണ പാക്കേജാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. സാമ്പത്തിക വിജയം എന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു അത്ഭുതമല്ല, അതൊരു കൃത്യമായ സിസ്റ്റമാണ്. തീർച്ചയായും. ഒന്നാമതായി, നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണമായ വ്യക്തത വേണം. വലിയ ലക്ഷ്യങ്ങളെ ചെറിയ അക്കങ്ങളാക്കി മാറ്റുക. റൈറ്റ്. രണ്ടാമതായി, നിരന്തരമായ സ്ഥിരീകരണങ്ങൾ അഥവാ അഫോർമേഷൻസ് രാവിലെയും രാത്രിയും പരിശീലിക്കുക. അതെ. മൂന്നാമതായി, വൈകാരികമായ ദൃശ്യവൽക്കരണം. ഇതിലൂടെ തലച്ചോറിനെ സജ്ജമാക്കുന്ന കോഗ്നിറ്റീവ് പ്രൈമിംഗ് നടക്കുന്നു. നാലാമതായി, വിഷൻ ബോർഡുകൾ വഴി ആ ലക്ഷ്യത്തെ എന്നും കൺമുന്നിൽ നിർത്തുക. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ കാര്യം, അതെ, അവസാനമായി ദിവസേനയുള്ള പ്രായോഗിക പ്രവർത്തനങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് തലച്ചോറ് വിജയത്തിനായി പൂർണ്ണമായും റീപ്രോഗ്രാം ചെയ്യപ്പെടുന്നത്. നമ്മൾ ഈ കേട്ട വിവരങ്ങൾ വെറുതെ ഒരു ഇൻഫർമേഷനായി മനസ്സിലാക്കുക മാത്രമല്ല വേണ്ടത്, മറിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും വിജയവും. അതെ. നിങ്ങളുടെ ലക്ഷ്യം മാസം $10,000 ആയാലും അതല്ല ഇനി മറ്റെന്തെങ്കിലും ആയാലും, ഈ മാനസിക മാറ്റം നിങ്ങൾക്ക് ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ആരംഭിക്കാൻ കഴിയും. ആ ചെറിയ ചുവടുവെപ്പ് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അതെ, എവിടേക്കെത്തണം എന്ന തീരുമാനം പൂർണ്ണമായും നിങ്ങളുടേതാണ്.